ഹലോ. ഈ വീഡിയോ സെഷനിലെ എല്ലാവർക്കും വ്യത്യസ്ത തരം വയറിംഗ് മെയിൻ്റനൻസ്, വയറിംഗ് അറ്റകുറ്റപ്പണികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഉദാഹരണത്തിന്, ബാറ്ററികളുടെ 2 ടെർമിനലുകൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് പോസിറ്റീവ് പോലെ പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് ഒരു DC സപ്ലൈ ആയി അംഗീകരിക്കപ്പെട്ട ഒരു നെഗറ്റീവ് ടെർമിനലായി പ്രവർത്തിക്കുന്നു. AC വിതരണത്തിൽ നിലവിലെ ദിശ സ്ഥിരമല്ല, കാരണം ഓരോ സൈക്കിളിനും നിലവിലെ ദിശ വിപരീതമാണ്. അതിനാൽ ഏതൊരു ഉപകരണത്തിന്റെയും പ്രവർത്തനത്തിന് ശരിയായ കണക്ഷനുകൾക്കായി അതിന്റെ ടെർമിനലുകളുടെ ധ്രുവങ്ങൾ തിരിച്ചറിയണം. ഒരു പൊളാരിറ്റി ടെസ്റ്റ് അനുഭവിക്കാതെ ഒരു വീട്ടിൽ ഉചിതമായ കണക്ഷനുകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു ഷോർട്ട് സർക്യൂട്ടിൽ അവസാനിച്ചേക്കാം. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഓരോ ഉപകരണത്തിനും അതിന്റെ പ്രവർത്തനത്തിന് മുൻപ് ഞങ്ങളൊരു പൊളാരിറ്റി ടെസ്റ്റ് കൈകാര്യം ചെയ്യുന്നു. DCയിലെ പൊളാരിറ്റി പരിശോധിക്കാൻ ഉചിതമായ ശ്രേണിയിൽ മൾട്ടിമീറ്റർ DC മോഡിൽ സജ്ജമാക്കുക. റീഡിംഗുകൾ പോസിറ്റീവ് കാണിക്കുന്നുവെങ്കിൽ ടെർമിനലുകൾക്കിടയിൽ പോസിറ്റീവ്, നെഗറ്റീവ് പ്രോബുകൾ സ്ഥാപിക്കുക. നിങ്ങൾ സ്ഥാപിച്ച ചുവപ്പ്, കറുപ്പ് പ്രോബുകൾ യഥാക്രമം പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളിലാണ്. അത് ശരിയാണ്. റീഡിംഗുകൾ നെഗറ്റീവ് ആയെങ്കിൽ നിങ്ങൾ ധ്രുവീയത തിരിച്ചുവിട്ടു. നിങ്ങൾ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യണം. ACയിലെ പൊളാരിറ്റി പരിശോധിക്കാൻ ACയിൽ DCയിൽ എന്ന പോലെ ധ്രുവത പരിശോധിക്കാൻ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് സാധ്യമല്ല. ACക്ക് ധ്രുവീയത മാറുന്നതോ ഒന്നിടവിട്ടോ ആയതിനാലാണിത്. നിയോൺ ടെസ്റ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് ലാബ് ഉപയോഗിച്ച് വയർ ഫേസ് അല്ലെങ്കിൽ ന്യൂട്രൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. സർക്യൂട്ട് ഓണാക്കിയിരിക്കണം. കണ്ടക്ടറിൽ സ്ഥാപിക്കുമ്പോൾ നിയോൺ ടെസ്റ്റർ തിളങ്ങുന്നുവെങ്കിൽ അതൊരു ഘട്ടം കണ്ടക്ടറാണ്. വിളക്ക് പ്രകാശിക്കുന്നില്ലെങ്കിൽ അതൊരു ന്യൂട്രൽ കണ്ടക്ടറാണ് എന്ന് തോന്നുന്നു. അതുപോലെ ടെർമിനലുകളിൽ സ്ഥാപിച്ച ഘട്ടം, ന്യൂട്രൽ ടെർമിനലുകൾ എന്നിവ കണ്ടെത്തുന്നതിന് ഒരു ടെസ്റ്റ് ലാമ്പും ഉപയോഗിക്കുന്നു. 3-ഫേസ് സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ് പരിശോധിക്കാൻ 220 വോൾട്ടുള്ള 2 വിളക്കുകൾ പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. തുടർച്ചയായ പരിശോധന. അതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ വയറുകൾ, ഫ്യൂസുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയിലെ വൈദ്യുതധാരയുടെ തുടർച്ചയായി പരിശോധിക്കുന്നതാണ് തുടർച്ചാ പരിശോധന. ലളിതമായി പറഞ്ഞാൽ, കറണ്ട് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുക എന്നതാണ്. അടച്ച ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എത്രത്തോളം പ്രതിരോധമുണ്ട് എന്ന് പരിശോധിക്കുന്നതാണ് തുടർച്ച. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണിത്. കാരണം മോശം തുടർച്ച നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് തീയോ ആഘാതമോ കേടുപാടുകളോ ഉണ്ടാക്കാം. ഒരു തുടർച്ചാ പരീക്ഷ എങ്ങനെ തുടരാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പരിശോധിക്കേണ്ട സർക്യൂട്ടിൽ നിന്ന് വയർ അല്ലെങ്കിൽ ഫ്യൂസ് പൂർണ്ണമായും നീക്കം ചെയ്യുക. മൾട്ടിമീറ്റർ തുടർച്ചയായി മോഡിൽ സജ്ജമാക്കുക. സാധാരണയായി തുടർച്ചയായ മോഡിൽ ഒരു ശബ്ദചിഹ്നം ഉണ്ടായിരിക്കും. ഉചിതമായ ഭാഗങ്ങളിൽ മൾട്ടിമീറ്റർ ചുവപ്പും കറുപ്പും പേടകങ്ങൾ ചേർക്കുക. കറുത്ത ചരട് കോം എന്ന ലേബൽ ചെയ്തിരിക്കുന്ന സ്ലോട്ടിലേക്കും ചുവന്ന ചരട് MAV അല്ലെങ്കിൽ AV എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന സ്ലോട്ടിലേക്കും പ്ലഗ് ചെയ്യുക. മൾട്ടിമീറ്റർ പ്രോബുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അവയുടെ ലോഹഭാഗങ്ങൾ ഒരുമിച്ച് സ്പർശിക്കുക. തുടർച്ച ക്രമീകരണം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് സിഗ്നൽ നല്ലതാണെങ്കിൽ മിക്ക മൾട്ടിമീറ്ററുകളിലും ബീപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെർമിനലുകൾ പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്ന പോർട്ടുകൾ പരിശോധിക്കുക. അല്ലെങ്കിൽ പ്രോബുകൾ മാറ്റി സ്ഥാപിക്കുക. അല്ലെങ്കിൽ മൾട്ടിമീറ്ററിന്റെ ബാറ്ററി പരിശോധിക്കുക. വയറുകളിൽ കണ്ടക്ടറുകളുടെ 2 അറ്റത്തും മൾട്ടിമീറ്റർ പ്രോബുകൾ സ്ഥാപിക്കുക. ബീപ്പ് ശബ്ദം വ്യക്തമായി കേട്ടാൽ വയറിലെ കണ്ടക്ടർ നല്ലതാണ് എന്ന് തോന്നുന്നു. കേടുപാടുകൾ സംഭവിക്കുന്നില്ല. ബീപ്പ് ശബ്ദമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വയറുകളിൽ കേടുപാടുകളോ തടസ്സമോ ഉണ്ട് എന്ന് ഇത് കാണിക്കുന്നു. നല്ല ഒന്ന് ഉപയോഗിച്ച് വയർ മാറ്റി സ്ഥാപിക്കുക. ഇലക്ട്രിക്കൽ വയറിംഗിന്റെ പരിപാലനം. നമ്മുടെ ദൈനംദിന ജീവിതം വൈദ്യുത സംവിധാനത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. അത് താമസക്കാരുടെ സുരക്ഷയ്ക്കും വീടിന്റെ ഘടനാപരമായ സമഗ്രതയ്ക്കും മികച്ച പ്രവർത്തനക്രമത്തിൽ സൂക്ഷിക്കണം. അപകടകരമായേക്കാവുന്നതിനാൽ ഒരു യോഗ്യതയുള്ള ഇലക്ട്രീഷ്യൻ കേടായ ഇലക്ട്രിക്കൽ വയറുകൾ ശരിയാക്കണം. അവ പ്രവർത്തനരഹിതമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അപകടസാധ്യതകൾ ഒഴിവാക്കാൻ കഴിയുന്നത്ര വേഗം അവ മാറ്റണം. നന്നായി പരിപാലിക്കപ്പെടുന്ന വൈദ്യുത സംവിധാനം കൂടുതൽ കാലം നിലനിൽക്കുകയും നിങ്ങളുടെ വീട് സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നു. പതിവ് പരിശോധന. വ്യക്തിഗത ആരോഗ്യത്തിന് സമാനമായി നിങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പതിവായി ഒരു കണ്ണ് സൂക്ഷിക്കുന്നത് പ്രധാനമാണ്.
നിങ്ങളുടെ വയറിങ്ങും പവർ ഔട്ട്ലെറ്റും നിങ്ങൾക്ക് പതിവായി പരിശോധിക്കാവുന്നതാണ്. വർഷത്തിൽ 2 തവണ നിങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം നന്നായി പരിശോധിക്കുന്നുവെന്ന് വളരെ വൈകുന്നതിന് മുൻപ് സാധ്യമായ ഒരു പ്രശ്നം തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും. പ്രശ്നം എത്രയും നേരത്തെ അറിയുന്നോ അത്രയും എളുപ്പം പ്രശ്നം പരിഹരിക്കാനും പരാജയം മൂലമുള്ള അപകടസാധ്യതകൾ ഒഴിവാക്കാനും കഴിയും. വെള്ളവും വൈദ്യുതിയും സംയോജിപ്പിക്കരുത്. ഇത് സാമാന്യ ബുദ്ധിയാണെന്ന് തോന്നുന്നുവെങ്കിലും വീട്ടിൽ വൈദ്യുത ആഘാതം സംഭവിക്കാം. കാരണം വീട്ടുപകരണങ്ങൾ കഴുകുകയോ തുടയ്ക്കുകയോ ചെയ്യാം. ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക. ഇന്നത്തെ വിപണിയിലെ സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ കുറഞ്ഞ വിലയുള്ള ചരക്കുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവിക മനുഷ്യന്റെ പ്രവണതയാണ്. എന്നിരുന്നാലും ഒരേ ചിന്താഗതി ഉപയോഗിച്ച് ഔട്ട്ലെറ്റുകൾ വയർ ചെയ്യുന്നത് അപകടകരവും ജീവൻ അപകടപ്പെടുത്തുന്നതുമാണ്. അതിനാൽ ഒരാൾ സാമ്പത്തികമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാകില്ല. അംഗീകൃത ഭാഗങ്ങളും ഉപകരണങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് മികച്ച ഓപ്ഷൻ. സ്വയം സുരക്ഷിതരായിരിക്കുന്നതും വൈദ്യുത സംവിധാനത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും പകരം വയ്ക്കുന്ന സാധനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ഓവർലോഡ് ചെയ്യരുത്. ഗാർഹിക ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലെ ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളിലൊന്ന് ഓവർലോഡിംഗ് ആണ്. നിങ്ങളുടെ വീട്ടുപകരണങ്ങൾ എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നുവെന്നും നിങ്ങളുടെ ഔട്ട്ലെറ്റ് എത്ര പവർ വാഗ്ദാനം ചെയ്യുന്നുവെന്നും അറിയേണ്ടത് പ്രധാനമാണ്. കാരണം അങ്ങനെ ചെയ്യുന്നത് അപകടങ്ങൾ തടയും. ധാരാളം വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ അടുക്കള ഉപകരണങ്ങൾക്ക് സ്വന്തമായി പ്ലഗ് ഉണ്ടായിരിക്കണം. നിരവധി പ്ലഗുകളുള്ള ഒരു സർക്യൂട്ട് ഓവർലോഡ് ചെയ്യുന്നതിന്റെ ഫലമായി വൈദ്യുതി തടസ്സമുണ്ടാകാം. ഓരോ സർക്യൂട്ട് ബോർഡിനും എടുക്കാൻ കഴിയുന്ന ലോഡിന് ഒരു പ്രത്യേക പരിധിയുണ്ട്. എന്നാൽ ആ പരിധിക്കുള്ളിൽ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വീട്ടുപകരണങ്ങൾ തികച്ചും പ്രവർത്തിക്കണം. ഇന്ത്യൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഒരു സബ് സർക്യൂട്ട് ലോഡുകൾ 800 വാട്ടിൽ കൂടരുത്. എലികളോ റാക്കൂണുകളോ അല്ലെങ്കിൽ ബേസ്മെന്റിലെ സർക്യൂട്ടുകൾക്ക് ചുറ്റും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതുമായ തട്ടിൽ തുറന്ന വയറുകളും നിരീക്ഷിക്കുക. ആഘാതം ഉടനടി അനുഭവപ്പെട്ടില്ലെങ്കിലും ഏതെങ്കിലും വയറിലുള്ള കേടുപാടുകൾ വലിയ അപകടം തന്നെ ഉണ്ടാക്കിയേക്കാം. ഇലക്ട്രിക്കൽ വയറിംഗിന്റെ അറ്റകുറ്റപ്പണി. ഇലക്ട്രിക്കൽ കേബിളുകളുടെ പുറം ജാക്കറ്റ് ഇടയ്ക്കിടെ ചലിപ്പിക്കുമ്പോഴും ആവർത്തിച്ച് വളയ്ക്കുമ്പോഴും കീറുകയും ഉള്ളിലെ വയറുകൾ തുറന്നു കാട്ടുകയും ചെയ്യും. ഫോൺ, ലാപ്ടോപ്പ് ചാർജറുകൾ പോലെ പതിവായി ഉപയോഗിക്കുന്ന കേബിളുകളിൽ ഇത് പ്രത്യേകിച്ചും വ്യാപകമാണ്. നിങ്ങളുടെ ഇലക്ട്രിക്കൽ ലൈനുകളിൽ ഏതെങ്കിലും തുറന്ന വയറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത് തടയാൻ നിങ്ങൾ ഉടൻ തന്നെ അവ പാച്ച് ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ കേബിളിന് ചെറിയ കേടുപാടുകൾ തീർക്കാൻ ഇലക്ട്രിക്കൽ ടേപ്പ് ഉപയോഗിക്കുക. കൂടുതൽ കാര്യമായി കേടുപാടുകൾ തീർക്കാൻ ഹീറ്റ് ഷ്രിങ്ക് ട്യൂബുകൾ. കേബിളിന്റെ വൈദ്യുത വയറുകൾ സാരമായി കരിഞ്ഞുപോവുകയും കേബിളിന്റെ പുറം ജാക്കറ്റ് കീറുകയും വയറുകൾ തുറന്നുകാട്ടുകയും ചെയ്താൽ അത് മാറ്റി സ്ഥാപിക്കുന്നതാണ് നല്ലത്. 2:1 അനുപാതവും നിങ്ങളുടെ കേബിളിന്റെ ഇരട്ടി വ്യാസവുമുള്ള ഹീറ്റ് ഷ്രിങ്ക് ട്യൂബുകൾ തിരഞ്ഞെടുക്കുക. ഹീറ്റ് ഷ്രിങ്ക് ട്യൂബുകൾ കേടായ സ്ഥലത്തിന്റെ ഇരട്ടിയെങ്കിലും നീളത്തിൽ മുറിക്കുക. കേടായ സ്ഥലത്ത് ചൂടൊരുക്കുന്ന ട്യൂബിംഗ് സ്ലൈഡ് ചെയ്യുക. ട്യൂബിംഗ് ചുരുങ്ങുന്നതുവരെ ചൂടാക്കാൻ ഒരു ഹീറ്റ് ഗൺ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കുക. ഈ വീഡിയോ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കഡ്യൂട്ട് വയറിംഗ്, കേസിംഗ്, ക്യാപ്പിംഗ് വയറിംഗ്, ടെസ്റ്റിംഗ്, റിപ്പയർ, വയറിംഗിന്റെ പരിപാലനം എന്നിവ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.